മനുഷ്യപുത്രന് സ്തുതി. ഭക്തന്റെ സംശയങ്ങൾക്ക് മറുപടി പറയാതെ അടിച്ചു പരത്തിയ ചോദ്യചിഹ്നം പോലെ കുരിശി കിടന്നിട്ട് കാര്യമില്ല. ആ കൈകളിൽ ആണിയടിച്ചു കയറ്റിയപ്പോൾ അങ്ങ് അനുഭവിച്ച വേദനയാണ് ഞാൻ. മുൾക്കിരീടം ആഴ്ന്നിറങ്ങിയ അങ്ങയുടെ ശിരസിൽ നിന്ന് ഒഴുകുന്ന രക്തത്തുള്ളികൾ കുതിർന്നതാണ് എന്റെ നെഞ്ചിടിപ്പുകൾ. ഹല്ലേലൂയ, മനുഷ്യപുത്രന് സ്തുതി. പാപികളുടെ രക്ഷിതാവേ, പാപികൾ ഇന്നും പാപികളായി അവശേഷിക്കുന്നു എന്ന സത്യം മറക്കരുത്. അവർ തന്നെ അങ്ങയുടെ സ്നേഹ സന്ദേശത്തെ കല്ലെറിഞ്ഞു മുറിവേൽപ്പിക്കുന്നു. പൊൻകുരിശുകൾ ഉണ്ടാക്കി യൂദാസുകൾ സങ്കീർത്തനം പാടുന്നു. സത്യം ഇന്നും കുരിശിൽ അല്ലേ? തന്നെ പോലെ തന്റെ അയൽക്കാരനെയും സ്നേഹിക്കാൻ പറഞ്ഞതല്ലാതെ മതപ്രസംഗം നടത്താൻ അങ്ങ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും അമ്പലത്തിൽ കയറ്റരുതെന്ന് ഹിന്ദു ദൈവങ്ങളും പറഞ്ഞിട്ടില്ല. ഇൻകുലാബും സിന്ദാബാദും വിളിച്ച് നിങ്ങൾ പറയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ച് നാട് ഭരിക്കുന്നു നാടുവാഴികൾ. പ്രതികരിക്കണം. നിങ്ങൾ പ്രതികരിക്കാത്തത് കൊണ്ട് സ്തംഭിച്ച് മരിച്ചു നിൽക്കുകയാണ് പാവം ജനം. ഒരിക്കലെടുത്ത ചാട്ടവാറില്ല ഇപ്പോഴും കയ്യിൽ. പറഞ്ഞാ മതി, ഞാനും കൂടാം. ഗീതയും ഖുറാനും ബൈബിളും ഉണ്ട് എന്റെ കയ്യിൽ. 33 ദൈവങ്ങളുമുണ്ട് മനസ്സിൽ. അടുത്ത ഉയർത്തെഴുന്നേൽപ്പെന്ന അറിയിച്ചാ മതി, ഞാനുണ്ടാവും ഈ വാതിൽക്കൽ. മനുഷ്യപുത്രന് സ്തുതി. ഹല്ലേലൂയ, ആലിഫ് ലാമി ഓം. വേദവാക്യങ്ങൾ ഉരുവിട്ട് ഉറച്ച എന്റെ മനസ്സിൽ ബൈബിളിന്റെ നിയമഭിത്തിക്ക് വെളിയിൽ നമ്മളെല്ലാം ഉരുവിടേണ്ട സ്നേഹത്തിന്റെ സന്ദേശം ആദ്യമായി എത്തിച്ചത് ഈ സിദ്ധാർത്ഥ സ്വാമിയാണ്.